ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് കണ്ടാലോ. ഇപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടിയിട്ടൊരു 3 ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. എനിക്ക് ഇഡ്ഡലി അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല. പിന്നെ ദേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി സാമ്പാർ. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുക കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ചേട്ടായിക്ക് കഴിക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ദോശയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് പണി പുറത്തുണ്ടായിരുന്നേ. അതായത് നമ്മുടെ കുറച്ച് പച്ചക്കറി തൈകൾ നടാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടെറസിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും ചേട്ടായിയും കൂടെ. രാവിലെ ഒരു 8, 8:30, 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ടെറസിൽ നല്ല വെയിൽ വരും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ വെയിൽ കാണുമ്പോൾ തോന്നുന്നു ഉച്ചയായെന്ന്. അല്ല, ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം കുഞ്ഞ് ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ഓർത്തുന്ന ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വെച്ച്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ഒരു വഴുതന തൈയാണേ. അപ്പം നമ്മളിത് വെച്ച സമയത്തെന്ന് വെച്ചാൽ ഇത് മുരടിച്ചിങ്ങനെ നിൽക്കുകയാണ്, പിടിച്ചൊന്നുമില്ല. അപ്പം നമ്മൾ നോക്കിയില്ല. കാര്യം ചെന്നാൽ അതിന് പിടിക്കത്തില്ല, അത് ആ തൈ മോശമാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് തനിയെ അങ്ങനെ കിളുത്ത് ഇപ്പോൾ ഒരു കായുമായിട്ട് നിൽക്കുന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ ഒരു നല്ലൊരു ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണേ. പിന്നെ 2 ചെറിയ പച്ചമുളകിൻ്റെ തൈ നിൽപ്പുണ്ടായിരുന്നു. അതിലും ഓരോ മുളക് ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും ഒന്ന് പറിച്ച് മാറ്റി വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ കാ കണ്ടപ്പോൾ തോന്നി അന്ന് അതിന് വേറൊരു ഗ്രോ ബാഗിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വളവും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാ കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, ചേട്ടായിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസമാണ് നഴ്സറി പോയപ്പോഴത്തേക്ക് ഈ പച്ചക്കറി തൈകളിലെ കാന്താരി തൈയും പച്ചമുളകിൻ്റെ തൈയൊക്കെ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറിച്ച് വയ്ക്കുമ്പം 3-4 ഗ്രോ ബാഗ് കൂടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് അതും കൂടെ വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതെല്ലാം ഒന്ന് നട്ടുകൊണ്ടിരിക്കുകയാണേ. ആദ്യം നമ്മൾ കുറച്ച് പച്ചമുളകിൻ്റെ തൈയും പിന്നെ ചീര, ഞാൻ നേരത്തെ പച്ചച്ചീരയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ കുഞ്ഞുണർന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് വന്നിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് കുളിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കറിയൊക്കെ വയ്ക്കണം. അരി അടുപ്പത്തിട്ടിട്ടാണ് ഞാൻ ടെറസിലേക്ക് പോകുന്നത്. അപ്പം ചെന്നിട്ട് വേണം കറിയൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഓണം വരുവാണ്. ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഓണത്തിനല്ലേ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ദേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ഇനം തൈയാണ്. ഇതിനു മുമ്പ് നമ്മളൊന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കാൻ പിടിക്കുമോ ഇല്ലെന്നറിയാം. താഴെ വെച്ചൊന്നും പിടിക്കത്തില്ല കേട്ടോ, എലി ശല്യം ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ടെറസിലാകുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ നനയ്ക്കാനാണെങ്കിൽ ഇവിടെ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ വയ്ക്കാമെന്ന് വെച്ചു. ഇവിടെ നല്ല വെയിലും കിട്ടും. പിന്നെ ഒരു ചുവട് എന്താ പറയണ്ട, എണ്ണ കാച്ചുന്നതില്ല, എൻ്റെ പേര് കൈയെണ്ണയും കൂടെ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചതൊന്നുമല്ല, തനിയെ അത് പിടിച്ചു വന്നതാണ് കേട്ടോ. അപ്പം കൺമിഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ നമ്മൾ കൺമിഷി ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈയെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കായോ മറ്റോ വീണ് കിളുത്താണെന്ന് തോന്നണേ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ നോക്കുമ്പം പിന്നെ ഗ്രോ ബാഗിൽ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചതാണേ. അതിങ്ങനെ മണ്ണുമായിട്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ കിടന്ന് കിളുത്ത് നിൽക്കുന്നു. പിടിച്ചൊരു ശകലമായിട്ടുണ്ട്. പിന്നെ ഞാനത് പെട്ടെന്ന് തന്നെ അത് ഗ്രോ ബാഗിലേക്ക് മാറ്റി കൊടുത്താണ് കേട്ടോ. അതിന് പിടിച്ച് കയറാൻ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതിൽ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ എടുക്കാൻ കേട്ടോ, നല്ല ബെസ്റ്റാണ് തലമുടി വളരാനൊക്കെ. പക്ഷേ ഇതിങ്ങനെ തറയിൽ കിടന്ന് പിടിച്ചു വന്നപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. കാര്യം ഞാനിത് പാടത്തിൻ്റെ സൈഡിനൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഞാനിതിനു മുമ്പ് എണ്ണ കാച്ചാനൊക്കെ ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വളം വാങ്ങിച്ചത് എല്ലുപൊടിയാണ്. അപ്പോൾ എല്ലുപൊടിയൊക്കെ അത് അല്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ വന്നു കേട്ടോ. കുഞ്ഞിനെ കുളിപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്ന്. അപ്പോൾ കൂർക്ക മെഴുക്ക് പുരട്ടാൻ പോയിരുന്നു. അപ്പോൾ മീനൊന്നും രാവിലെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൂർക്ക അടുപ്പത്ത് വെച്ചത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് വറ പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മുളക് പൊടി ഇട്ടിട്ട് ആ മുളക് പൊടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ, കരിഞ്ഞു പോകരുത്, ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബാക്കിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക. നല്ല ടേസ്റ്റാണ് കൂർക്ക മെഴുക്ക് പുരട്ടി. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ആ കൂർക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കി വെച്ച്. പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ വേറെ കറിയൊന്നും വെക്കാനില്ല. അപ്പോൾ ഞാൻ ഓർത്തന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കൂടെ ഉണ്ടാക്കാം.
മീൻ എന്തെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ച്. അങ്ങനെ ചെമ്മീൻ വറുത്തെടുത്തിട്ട് തേങ്ങയൊക്കെ വെച്ചിട്ട് ദേണ്ട ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മത്തി ക്ലീൻ ചെയ്തെടുത്ത് കറിയാക്കി. അപ്പോൾ മത്തിക്കറിയാക്കി. പിന്നെ ഞാൻ മുഴുവനും കറി ആക്കിയില്ല കേട്ടോ. എല്ലാവർക്കും മത്തിക്കറി എപ്പോഴും അങ്ങനെ കൂട്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടയുണ്ടായിരുന്നു. മുട്ടയുള്ള മത്തിയായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് അടുപ്പത്തേക്ക് വെച്ചതേ ഉള്ളേ. റെഡിയാക്കി കിട്ടണം. പിന്നെ മത്തി ഫ്രൈയും റെഡിയാക്കി എടുത്ത് അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് ഒരു ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റും ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.